ഇന്നുണ്ടാക്കാൻ പോകുന്ന കലത്തപ്പമാണ്. വളരെ നാളായി ആഗ്രഹിച്ചിട്ട്. അതിനായിട്ട് 1 കപ്പ് പച്ചരി 5 മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്തു. ഇനി അതിപ്പോൾ വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വാരി വയ്ക്കുകയാണേ. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു അലുമിനിയം കുക്കറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു. അതൊന്ന് ചൂടായി വന്നപ്പോൾ തേങ്ങ ഉണ്ടല്ലോ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുത്തു. അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ചെറിയ ഉള്ളിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തു. രണ്ടും കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തു. നന്നായിട്ടൊന്ന് മൂപ്പിച്ച് വന്നപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കോരി വേറൊരു പാത്രത്തിലേക്ക് എടുത്തു. അതവിടെ മാറ്റി വെച്ചു. അതെന്തിനാണെന്ന് പിന്നെ പറയാം. കണ്ടോ, അത് കുറച്ച് മാറ്റി വെച്ചു. വീണ്ടും നമ്മുടെ അരി അരയ്ക്കണ്ടേ. മിക്സർ ജാറിലേക്ക് ഇട്ട് ചോറ് 2 ടേബിൾ സ്പൂണ്, ഏലക്ക 3, ചെറിയ ജീരകം 1/4, ഉപ്പ് 1/4, 1 കപ്പ് വെള്ളം അതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു. 1 കപ്പ് അരിയാണ് എടുത്തത്. അപ്പം 1 കപ്പ് വെള്ളം ഒഴിച്ചു നന്നായിട്ട് തരിയൊന്നുമില്ലാതെ അരച്ചെടുത്തു. ഇതിലേക്ക് 300 ഗ്രാം ശർക്കരയും 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. കട്ടയൊക്കെ ഒന്ന് മാറ്റി, പറ്റിക്കൊന്നും വേണ്ട കേട്ടോ. അങ്ങനെ എടുത്തൊന്ന് അരിച്ചെടുത്തു. കട്ട വല്ലതും ഉണ്ടെങ്കിൽ, വേസ്റ്റൊക്കെ വല്ലതും ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടി ഒന്ന് അരിച്ചെടുത്തു. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവുണ്ടല്ലോ, ആ മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു. ആ പാത്രത്തിലേക്ക് ഈ ചൂടോടെ തന്നെ ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുവാണേ. അത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ ഇളക്കുകയും കൂടി ചെയ്യാം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒഴിക്കുന്നത് ഒരു കൈ കൊണ്ട് അടുത്ത കൈ കൊണ്ട് ഇളക്കുകയും കൂടി ചെയ്യണം. അങ്ങനെ പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയില്ലേ അതെല്ലാം കൂടെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ടൊന്ന് മിക്സാക്കി ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച നമ്മുടെ കുക്കറിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. കുക്കറിൽ ഓൾറെഡി കുറച്ച് നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഉണ്ടല്ലോ, അതൊന്നും കുഴപ്പമില്ല കേട്ടോ. അങ്ങോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ബാക്കി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന തേങ്ങാക്കൊത്തും ചെറിയ ഉള്ളി എല്ലാം ഇട്ട് മുകളിൽ കണ്ടപ്പോൾ നിറഞ്ഞു. അങ്ങനെ ചെറു തീയിൽ 15 മിനിറ്റ് കൊണ്ട് കലത്തപ്പം റെഡിയായി. കണ്ടോ, സൂപ്പർ ടേസ്റ്റുള്ള കലത്തപ്പം കണ്ടോ. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കിയ കലത്തപ്പമാണത്. സൂപ്പർ ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റാണെന്നേ, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ അഭിപ്രായം കമൻറ്റൊക്കെ പറയാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.